politics in the theoretical, on the theoretical phase, it is the greatest art and science. കലയുടെ ശാസ്ത്രത്തിൻ്റെയും സമഞ്ജസമായ സമ്മേളനമാണ് രാഷ്ട്രീയം. യഥാർത്ഥ രാഷ്ട്രീയം അത് ജനങ്ങളെ പറ്റിയുള്ളതാണ്, സമൂഹത്തെ പറ്റിയുള്ളതാണ്, സ്റ്റേറ്റിനെ പറ്റിയുള്ളതാണ്, എല്ലാവരെ പറ്റിയുള്ളതാണ്. പക്ഷെ ആ രാഷ്ട്രീയത്തെയാണ് വെറും വില കുറഞ്ഞ വെറും ഇതായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കണ്ട് അതാണ് രാഷ്ട്രീയം തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ്സ്മാൻഷിപ്പുള്ള രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഹൈ ലെവലിലേക്ക് വളർത്താൻ പറ്റും. EMS അങ്ങനെ, നെഹ്റു അങ്ങനെയാണ്, EMS അങ്ങനെയാണ്, അവരുടെ എല്ലാത്തരക്കാരാണ്. മോഡി അതല്ലല്ലോ. മോഡിക്ക് അങ്ങനെ ഒരു നോബിൾ ഇത് കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ ചിന്ത ഒട്ടും ഉന്നതമല്ല. പ്രായോഗിക രാഷ്ട്രീയക്കാരനാണ്, പക്ഷേ ശക്തനൊക്കെയാണ്. ഇല്ലെന്ന് പറയും, ശക്തിയുള്ളതുകൊണ്ട് ഹിറ്റർ ശക്തനല്ലേ, CP ശക്തനല്ലേ. ആ അടിസ്ഥാനത്തിൽ ഞാൻ ശക്തമായ ഭരണാധികാരിയായിരുന്നു, പക്ഷേ വലതുപക്ഷ ഭരണാധികാരി. പക്ഷേ ഇവിടുത്തെ മൂന്നാം എസ്റ്റേറ്റിനെ കുറച്ച് പേര് പറയുന്നത് അത് ഗംഭീര ഭരണാധികാരി മോഡി സ്തുതിയാണെന്നാണ്. അന്ന് ഉച്ചയ്ക്ക് അവർ പിൻവലിച്ചത് കേട്ടോ. ഞാൻ കറപ്ഷൻ ഇല്ലെന്നല്ല പറഞ്ഞത്. അഴിമതി ആരോപണങ്ങൾ കോൺഗ്രസ് മന്ത്രിമാരെപ്പോൾ ഉയർന്നില്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. സത്യമല്ലേ? ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മോഡിയുടെ കറപ്ഷൻ പ്രധാന ചർച്ചാ വിഷയമായിരുന്നു. പറ, അല്ലല്ലോ. പണ്ടങ്ങനെയാണോ ബോഫേഴ്സ്, റെയിൽവേ, ഖനി, ഇരുമ്പയിര്, ശവപ്പെട്ടി എന്തെല്ലാം വന്നുകൊണ്ടിരുന്നത്? അത് ഇതിപ്പം നിങ്ങൾ ഇത് പറഞ്ഞു അഴിമതി. ഞാൻ അതിന് പറയുന്നുണ്ട്, അഴിമതി ഉണ്ടാവും. അത് വെളിയിലോട്ട് വരുന്നില്ല, മനത് പൊട്ടി ഒഴുകുകയാണ് അഴിമതി. ഞാനെല്ലാം കറക്റ്റായിട്ടാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ മോഡിയോട് ഭയങ്കര വിരോധം, അതെ വെച്ചല്ല നോക്കേണ്ടത്. മോഡിയുടെ അഴിമതി ഭരണം അവസാനിപ്പിക്കാൻ ആരെങ്കിലും ക്യാമ്പയിൻ നടത്തി ഉണ്ടെങ്കിൽ പറ, ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ്. ഇല്ലല്ലോ, അങ്ങനത്തെ ക്യാമ്പയിൻ ഇല്ലല്ലോ. ഇപ്പം ഇയാൾ ഓഹരിയുടെ കാര്യം പറഞ്ഞു. ഓഹരിയേക്കാൾ 2 ദിവസത്തേക്ക് വില കുറഞ്ഞപ്പോൾ കയറിയ പ്രസ്ഥാനങ്ങൾ. ഓഹരി അതിൻ്റെ 3 ഇരട്ടി വിലയായി പിന്നെ അയാൾ മിണ്ടിയിട്ടില്ല, ഇപ്പം മിണ്ടുന്നില്ല. അപ്പോൾ ആരോപണം ആരും ഏറ്റുപിടിച്ചില്ല. ശരിയല്ലേ? ഇതൊക്കെ ഞാൻ പറഞ്ഞത്. അത് നോക്കി അടിക്കണം, അതൊക്കെ പറ്റത്തില്ല. മറ്റേ ഇതാണ് മറ്റേ ബോണ്ടിൻ്റെ അല്ലേ വന്നത്, ആ സുപ്രീം കോടതി തടഞ്ഞാലും ചർച്ചയില്ല, ഒന്നുമില്ല. ഇതെല്ലാം എടുത്ത് അഴിമതി ഗവൺമെൻറ്റാണ് എന്നൊരു ക്യാമ്പയിൻ ആര് നടത്തി? ഇല്ലെന്നാണ് ഞാൻ കണ്ടില്ല. ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ മാപ്പ് പറയാം. കാരണം അഴിമതി ഇല്ലാതെ നിങ്ങൾ ഏത് റൈറ്റസ്റ്റ് ഗവൺമെൻറ്റിനും അഴിമതി ഉണ്ടാവില്ലേ? അഴിമതി ഉണ്ടല്ലോ, അത് വെളിയിൽ വരുന്നില്ലല്ലോ. പണ്ട് ജ്യോതിർമയി വാസുവൊക്കെ പാർലമെൻറ്റിൽ അഴിമതി കൊണ്ടുവരും അല്ലേ? ഒരു പത്രക്കാരനും പറയണ്ട. CPM ജ്യോതിർമയി വാസു അദ്ദേഹത്തെ പേടിയായിരുന്നു. എല്ലാ ആരോപണങ്ങളും അദ്ദേഹം അതിന് സംവിധാനമുണ്ട് പുള്ളിക്ക്. ആരെങ്കിലും ഉണ്ടോ ഇപ്പോൾ? പറ. അപ്പം നമ്മൾ അങ്ങനെ വലിയ അഴിമതി ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അഴിമതി കാണുമല്ലോ, റൈറ്റസ്റ്റ് ഗവൺമെൻറ് അല്ലേ. വലതുപക്ഷത്തിൻ്റെ കൂടെയുള്ളത് അഴിമതി. പക്ഷേ അഴിമതി ഒരു പ്രധാന പ്രശ്നമായി രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്നില്ല. ആ ഒരു ഭാഗമായി കിട്ടിയെന്നാണ് ഞാൻ പറഞ്ഞത്. അയാളുടെ നല്ല ടീമുണ്ടായില്ലേ? അത് ഞാൻ പറഞ്ഞു. ഞാൻ 2 പേരുടെ പേരും പറഞ്ഞു. ആര്? ഗഡ്കരിയും സീതാരാമനും. ശരിയല്ലേ? എന്തെങ്കിലും ആരോപണം അവരുടെ പേരിൽ ആരും ഉന്നയിച്ചോ? സീതാരാമൻ എത്ര ഭംഗിയായിട്ട കാര്യങ്ങൾ പറയുന്നത്. BJP ആണ് ആ ഒരു മനസ്സ് മോഡിക്കൊരു അനുഗ്രഹമല്ലേ? അല്ലേ? മൻമോഹൻ സിംഗ് വലിയ പണ്ഡിതനായിട്ട് നല്ല ഗുണമുണ്ട്. ആ ഗവൺമെൻറ് പോയില്ലേ? അത് ഞാൻ പറഞ്ഞു. ഇതൊക്കെ നമ്മൾ ജനങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ടീം അയാളെടുത്തു, അന്നത്തെ കാര്യം. അപ്പോൾ അവരെ തന്നെ വീണ്ടും കൊണ്ടുവന്നു. ഇതേ ഞാൻ പറഞ്ഞു. ഞാനെല്ലാം സർട്ടിഫിക്കറ്റ് കൊടുത്തില്ലല്ലോ, ഒരു വരിയല്ലല്ലോ. അയാളെ വിളിക്കാവുന്ന ഏറ്റവും വലിയ പേരാണ് ജനാധിപത്യ ഏകാധിപത്യം. അതാണ് ഞാൻ വിളിച്ചത്. അഹങ്കാരി. ഒത്തിരി ഞാൻ പറഞ്ഞു. ഇപ്പം ഞാൻ കുറേ കൂടെ പറഞ്ഞല്ലോ. വിഷനില്ലാത്ത ആളാണ്. കാരണം സ്റ്റേറ്റ്മെൻഷിപ്പില്ല. പക്ഷെ പ്രായോഗികമായ അധികാരത്തിൽ ഇരിക്കുന്നതിന് വേണ്ടി വർഗീയതയും കാര്യങ്ങളൊക്കെ ശക്തമായി പറയുന്നു. പിന്നെ മുസ്ലിങ്ങൾക്കത് അയാൾ നടത്തിയ ആക്രമണത്തെ ഞാൻ ഒട്ടും അംഗീകരിക്കുന്നില്ല. തെറ്റായ കാര്യമാണ്.